നമസ്കാരം. ഞാൻ ആസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ ഇന്ന് ജ്യോതിഷപരമായിട്ട് പൊതുവിൽ ഇപ്പോഴത്തെ നമ്മുടെ ചാരവശാലുള്ള ഫലങ്ങളും അതുപോലെ നമ്മുടെ ജാതക അവസ്ഥ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ജ്യോതിഷ കൈരളിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുസ്വാഗതം. നിങ്ങളുടെ എല്ലാം ലൈക്കും പിന്നെ സബ്സ്ക്രിപ്ഷനും ധാരാളം നമ്മളെ എങ്ങനെ പറയുക, പ്രപഞ്ചശക്തിയുടെ പേരിൽ നിങ്ങൾ ചെയ്യുന്ന ഈ സപ്പോർട്ടിന് നന്ദി. ഒപ്പം തന്നെ ധനുക്കൂറിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അടുത്ത സമയത്ത് ശനി, രാഹുകേതു, വ്യാഴം എല്ലാം മാറി. അപ്പോൾ ആ മാറ്റം പൊതുവിൽ പരിഗണിക്കുമ്പോൾ കണ്ടകശനി ഉണ്ടെന്ന് നമുക്കറിയാം. അതേസമയം 7 നിവൃത്തി സ്ഥാനത്ത് വ്യാഴം വന്നത് ഗുണകരമാണ്. അതുപോലെ തന്നെ നമ്മളെ 10 കർമ്മസ്ഥാനത്ത് നിന്ന് 9 കേതു ഒന്ന് മാറിയത് നല്ലതാണ്. പിന്നെ സർപ്പൻ നിലവിൽ നമുക്ക് കണ്ടകസ്ഥാനത്ത് നിന്ന് 3 മാറിയത് നല്ലതാണ്. അപ്പം രാഹുകേതു മാറ്റം കുറച്ച് നല്ലതും പിന്നെ വ്യാഴമാറ്റം നല്ലതും, എന്നാൽ ശനി നല്ലതല്ല എന്നാണ് നമ്മുടെ പൊതുവിലുള്ള വീഡിയോകളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സമയത്തെക്കുറിച്ചുള്ള ധാരണ. ഞാനിവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഈ ആദ്യം നമ്മളെല്ലാവരും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലേക്കുള്ളൊരു ഗൈഡ് ലൈൻ, അതായത് നമുക്ക് എങ്ങനെ പോകണം, എങ്ങോട്ട് പോകണം, പോകുന്ന വഴിയിൽ എന്തൊക്കെ തടസ്സങ്ങളും അപകടങ്ങളും വരാൻ സാധ്യതയുണ്ട് എന്നൊരു ഗൈഡ് ലൈൻ മാത്രമാണ് ഈ നവഗ്രഹങ്ങൾ തരുന്നത്. നവഗ്രഹങ്ങൾ ആരും നമ്മളെ ഉപദ്രവിക്കുന്നില്ല. അവർക്കാർക്കും നമ്മളെ കർമ്മങ്ങളിൽ നമ്മളെ അനിഷ്ടമായി ബാധിക്കാൻ അവരെല്ലാം സാക്ഷികളാണ്. അപ്പോൾ നമ്മുടെ ജാതകം നന്നാവുന്നത് നമ്മുടെ കർമ്മമായിരുന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഗുണദോഷം വരുന്നത് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ കയ്യിലിരിപ്പുകൊണ്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, ഈ അനിഷ്ട സ്ഥാനങ്ങളിലേക്ക് ഗ്രഹങ്ങൾ വരുമ്പോൾ ആ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കുറച്ച് ശ്രദ്ധ പുലർത്തിയാൽ മാത്രം മതി. ഇപ്പോൾ 4 എന്ന് പറയുമ്പോൾ കണ്ടക ശനി എന്നാണ് പറയുന്നത്. കണ്ടക ശനി എന്ന് പറയുമ്പോൾ അതിനകത്ത് 4 എന്ന് പറയുമ്പോൾ നമ്മൾ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വ സ്വത്ത് അല്ലെങ്കിൽ ബന്ധുക്കൾ, നമ്മളെ തറവാട്ടിലുള്ള എന്താ പറയുക, നമ്മളെ സ്നേഹിക്കുകയും ഒരുപാട് കാലം നമ്മളെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാനസിക വ്യാപാരവും കടപ്പാടുമുള്ള ബന്ധുക്കളെ നമ്മൾ പിണക്കാതെ സൂക്ഷിക്കുക. ഇതൊക്കെ ചെയ്താൽ മതി. അതേസമയം 7 നിവൃത്തി സ്ഥാനത്ത് വ്യാഴം വന്നു. വ്യാഴം നിങ്ങൾക്ക് അത്ര ഗുണകരമായിരുന്നില്ല ഇതുവരെയും. അപ്പോൾ ആ 7 വ്യാഴം വന്നപ്പോൾ ധനപരമായിട്ട് പല പുതിയ അനുഗ്രഹങ്ങൾ നമുക്ക് വരും. പുതിയ വഴികൾ ഓപ്പൺ ചെയ്യും. കടങ്ങളുണ്ടെങ്കിൽ കുറേശ്ശെ മാറി വരും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രാഹുകേതുക്കളും ശനിയും അതുപോലെ തന്നെ വ്യാഴനും മാത്രമല്ല നമ്മളെ ജീവിതത്തെ ട്യൂൺ ചെയ്യുന്നത്. അതിനകത്ത് ശുക്രന് നല്ല സ്ഥാനമുണ്ട്. ശുക്രൻ എന്ന് പറയുമ്പോൾ നമുക്ക് സുഖം, സന്തോഷം, നമ്മുടെ ദാമ്പത്യം, നമ്മുടെ പിന്നെ ജീവിത സൗഭാഗ്യങ്ങളൊക്കെ തരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ ശുക്രൻ ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് ചാരവശാൽ നോക്കുമ്പോൾ 6 അപ്പോൾ 6 എന്ന് പറയണത് സൂക്ഷിക്കേണ്ട ഒരു സ്ഥാനമാണ്. കാരണം നമുക്ക് അപ്രതീക്ഷിതമായ ചില രോഗാവസ്ഥകൾ വരാം. രോഗാവസ്ഥകൾ എന്ന് പറയുമ്പോൾ വലിയ മാരക രോഗങ്ങളല്ല നമ്മൾ കരുതേണ്ടത്. നമുക്ക് പിന്നെ എന്താ പറയുക, കഴുത്തിന് മുകളിലുള്ള രോഗങ്ങൾ, കണ്ടത്തിന് മുകളിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ജലദോഷം, നീരിറക്കം, ന്യൂറോ പ്രശ്നങ്ങൾ, സൈനസ് പ്രശ്നങ്ങൾ, പിന്നെ നമ്മുടെ ഈ എന്താ പറയുക, കഫ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വന്നാൽ അത് നമ്മൾ ആദ്യമേ പ്രിലിമിനറി സ്റ്റേജിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ന്യൂമോണിക്കായോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ നമുക്ക് വലിയ രോഗങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യമേ നമ്മളങ്ങ് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വലിയ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അടുത്തത്, ശുക്രൻ അവിടെ നിൽക്കുമ്പോൾ വേറൊരു കുഴപ്പമുള്ളത്, നമുക്ക് അപ്രതീക്ഷിതമായ ചില സൗഹൃദങ്ങൾ, അതുപോലെ തന്നെ ഓൺലൈൻ വഴിയോ അല്ലാതെയോ പുതിയ പരിചയങ്ങൾ,
പുതിയ ചില രഹസ്യ ബന്ധങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ ഒക്കെ വന്നു ചേരും. ഇതെല്ലാം വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ കുട്ടികൾക്കായിരുന്നാലും അതുപോലെ തന്നെ നമുക്ക് പുരുഷന്മാർക്ക് സ്ത്രീകളുമായിട്ടും സ്ത്രീകൾക്ക് പുരുഷന്മാരുമായിട്ടും ഇങ്ങനെ വരുന്ന ചില റിലേഷൻഷിപ്പുകൾ പിൽക്കാലത്ത് നമുക്ക് ദോഷകരമായി ഭവിക്കും. കാരണം 4 കണ്ടക സ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. ഇത് ഇവിടെയാണ് ശനി കണ്ടക സ്ഥാനത്ത് നിൽക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. അല്ലാതെ ശനി നിങ്ങളാരെയും പിടിച്ചുകൊണ്ട് പോകില്ല. ശനി നിൽക്കുമ്പോൾ 4 കണ്ടക സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോയാൽ 4 കുടുംബസ്ഥാനമാണ്. നമ്മളെ തറവാട് കുടുംബത്തിൽ അനിഷ്ടങ്ങളുണ്ടാവും, അസ്വാരസ്യങ്ങളുണ്ടാവും. നമ്മൾ നമ്മുടെ ലൈഫ് പാർട്ണറുമായിട്ടോ ബന്ധുക്കളുമായിട്ടൊക്കെ പിണങ്ങേണ്ടി വരും. അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾക്ക് വലിയ മാരകമായ ദോഷങ്ങളൊന്നും ഈ മാറ്റം കൊണ്ട് ചിന്തിക്കരുത്. എന്നാൽ ധനപരമായിട്ട് പല പുതിയ വഴികളും വരും. അവിടെയും ഈ ശുക്രൻ സ്വാധീനിക്കും. 7 വ്യാഴം നിൽക്കുമ്പോൾ വ്യാഴൻ്റെ 12ാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. നമുക്ക് നേർവഴിക്കല്ലാത്ത പിന്നെ വഴികളുമൊക്കെ ഇപ്പം കൊണ്ടുവരും. ചിലപ്പോൾ അതിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കരുത്. ഫ്യൂച്ചറിൽ ദോഷം ഉണ്ടാക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഇതൊന്നുമല്ല. നമ്മുടെ അഷ്ടമത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അഷ്ടമത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ബുധൻ ബുദ്ധി സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കില്ല. അതിന് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞുതരാം. നമ്മൾ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ല, ഒരുപാട് ക്ലയൻസ് എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അവരുടെ ജീവിതത്തിൽ ഞാൻ ജാതകം നോക്കിയിട്ടും അവരുടെ ജീവിതത്തിൽ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്. കാരണം അവർ പറയും, സ്വാമി ആ സമയത്ത് എനിക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അവർ വന്ന് ചോദിച്ചു, ഞാൻ സാധാരണ ആരെയും സഹായിക്കുന്നില്ല, പക്ഷേ ഞാൻ കൊടുത്തുപോയി, ഇത്ര ലക്ഷം രൂപ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേണ്ടായിരുന്നു വിചാരിച്ചു, പക്ഷേ കാര്യമില്ല. അല്ലെങ്കിൽ അപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചല്ല, മേലധികാരി വന്നപ്പോൾ ഞാൻ സത്യസന്ധത തുറന്ന് പറഞ്ഞു പോയി. അത് കാരണം യഥാർത്ഥത്തിൽ എൻ്റെ നിന്ന് പറ്റിയതല്ല, പക്ഷേ അത് കാരണം എനിക്ക് പണിഷ്മെൻറ്റ് വന്നു, അല്ലെങ്കിൽ സസ്പെൻഷൻ വന്നു. ഇതാണ് കാര്യം. ചില സമയത്ത് നമ്മളെ ബുദ്ധി മന്ദീഭവിച്ചു പോകും, മരവിച്ചു പോകും. ആ സമയത്ത് നമ്മൾ ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ നമുക്ക് പിൽക്കാലത്ത് കടുത്ത മാനസിക വിഷമത്തിനും ജീവിത പരാജയത്തിനും കാരണമാക്കും. ഇത്തരം സാഹചര്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. വരാൻ സാധ്യതയുണ്ടെന്നേ പറഞ്ഞുള്ളൂ. വരും എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ പറയുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാരവശാലുള്ള ഫലം അല്ല നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ജാതകത്തിൽ ശുക്രൻ നല്ല സ്ഥാനത്താണ്, നിങ്ങൾക്ക് അവിടെ ബുദ്ധി നല്ല സ്ഥാനത്താണ്, ബുധൻ നല്ല സ്ഥാനത്താണ്, നിങ്ങൾ 5ാം ഭാവം കൊള്ളാം, പ്രജ്ഞാമേധ പ്രതിഭാസ്ഥാനത്ത് വിവേകമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത്തരം സ്ഥാനത്ത് ദൈവാധീനമുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ പ്രപഞ്ചശക്തിയെ മാനിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥനയുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് ഒരു പ്രപഞ്ചശക്തിയുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് സപ്പോർട്ട് തരും. അവിടെ നിന്നെല്ലാം നിങ്ങൾ രക്ഷപ്പെടും. അതുകൊണ്ട് ആർക്കും അങ്ങനെയൊന്നും ഒരു ദോഷവും വരാതിരിക്കട്ടെ, ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഒപ്പം തന്നെ നിങ്ങളെ ഭാഗ്യസ്ഥാനത്ത് ഇപ്പം ചൊവ്വയും കേതുവും കൂടെ നിൽക്കുകയാണ്. കുജവത് കേതു എന്നാണ്, ഡബിൾ ചൊവ്വയുടെ ഫലമാണ്. അതായത് നിങ്ങൾക്ക് നിയമപരമായിട്ട് നേരത്തെ കേസോ വഴക്കോ കുടുംബ സ്വത്തിൻ്റെ കേസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്ത് ഗുണകരമായിട്ട് വരും. നേരത്തെ പഴയ പോലീസ് കേസോ വഴക്കോ ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എഴുതി തള്ളാനുള്ള സമയമായി. നിങ്ങൾ ശ്രമിച്ചാൽ നടക്കും. എന്നാൽ അവിടെ 9 ഭാഗ്യസ്ഥാനത്തായതുകൊണ്ട് ചില ഭാഗ്യങ്ങൾ അടുത്തെത്തിയിട്ട് നമുക്ക് ആടൻ ഭാഷയിൽ പറയും കയ്യെത്തി വായെത്തിയില്ല. അതുപോലെ അടുത്തെത്തി നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ പോകുന്നു. അപ്പോൾ അവിടെ എന്തു ചെയ്യും? നമ്മൾ ചൊവ്വയെ പ്രീതിപ്പെടുത്തണം, കേതുവിനെ പ്രീതിപ്പെടുത്തണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ സ്ഥാനങ്ങളിൽ നമുക്ക് ആ ഭാഗ്യത്തെ അനുകൂലമാക്കി മാറ്റാൻ പറ്റും. അത് നിൽക്കുന്നത് ആദിത്യൻ്റെ വീട്ടിലായതുകൊണ്ട് ആ ആദിത്യനെ കൂടെ പ്രീതിപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ശിവഭജനം അല്ലെങ്കിൽ നിങ്ങൾ ഏത് മതത്തിലും ഏത് വിശ്വാസത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ആൾമൈറ്റിയെ ഡയറ്റിയെ നിങ്ങൾ ആ ഈശ്വരനെ ആ ദൈവത്തെ നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കണം. നിങ്ങൾ അള്ളാ എന്ന് പ്രാർത്ഥിച്ചാലും ക്രിസ്തുനാഥനെ പ്രാർത്ഥിച്ചാലും കൃഷ്ണ എന്ന് വിളിച്ചാലും ശിവനെ എന്ന് വിളിച്ചാലും എല്ലാ വിളിയും ആ പരബ്രഹ്മത്തിലാണ് എത്തുന്നത്. എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ആ പ്രാർത്ഥന മുടക്കരുത്. നമ്മൾ ജനിച്ച് നമ്മളെ ഒരു കൾട്ടിൽ ഒരു സമൂഹത്തിൽ ഒരു വിഭാഗത്തിൽ കൊണ്ട് എത്തിച്ചെങ്കിൽ അത് പൂർവ്വജന്മ പുണ്യം കൊണ്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന നമ്മുടെ പൂർവികരെ ഫോളോ ചെയ്ത ആചാരം പ്രാർത്ഥന തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. നിത്യപ്രാർത്ഥന അല്ലെങ്കിൽ നിത്യവും നമ്മുടെ കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകുന്ന ഒരാളിനെ
ഒരു ദൈവിക കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകുന്ന ഒരാളിനെ ഒരിക്കലും ദോഷങ്ങളൊന്നും ബാധിക്കത്തില്ല. അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നൊന്ന്, നിങ്ങളുടെ വ്യാഴം 7-ലാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പോലും, കേതു ഭാഗ്യത്തെ അനിഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പോലും സർപ്പൻ 3-ൽ സഹായ സ്ഥാനത്താണ്. അതായത് അതുകൊണ്ട് ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് പുതിയ പുതിയ പഠനങ്ങൾ നടത്താനും വിദേശത്ത് യാത്ര ചെയ്യാനും അതുപോലെ തന്നെ വിദേശത്ത് പോയി പഠിക്കാനും ജോലിക്ക് പോകാനും ഒക്കെ സമയം അനുകൂലമാണ്. മാത്രമല്ല, ആ സർപ്പൻ നിങ്ങൾ അകന്നിരുന്ന വ്യക്തികളെ, അതായത് നമ്മൾ ചില വ്യക്തികൾ അങ്ങനെ നമ്മൾ യാദൃശ്യമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കില്ല, എൻ്റെ കൂടെ പണ്ട് പഠിച്ചിരുന്ന കൂട്ടുകാരനല്ലേ കൂട്ടുകാരി എത്ര നല്ല ഇതായിരുന്നു, ഇപ്പോൾ എവിടെയാണെന്നോ. അങ്ങനെ നിങ്ങൾ സ്മരിക്കുന്ന ആൾക്കാരെ കണ്ടെത്താനോ അല്ലെങ്കിൽ പഴയ നിങ്ങളെ കൂടെ പഠിച്ച ബാല്യകാല സുഹൃത്തുക്കളെ, സഖാക്കന്മാരെയോ അല്ലെങ്കിൽ നിങ്ങളെ ബാല്യകാല അല്ലെങ്കിൽ നിങ്ങളെ കൗമാരകാലത്തൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന പഴയ നമ്മളെ ക്ലാസ്മേറ്റ്സിനെയോ സഹപാഠികളെയോ അയൽവാസികളെയൊക്കെ കണ്ടെത്താനും ആ പഴയ സ്നേഹം പങ്കുവയ്ക്കാനും ഒക്കെയുള്ള സമയമാവും. നിങ്ങളുമായിട്ട് നല്ല സ്നേഹത്തിൽ നിന്ന് അകന്നിരുന്ന ആൾക്കാർ വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് അടുത്തെത്തും. അത് നിങ്ങളായിട്ട് ഇഷ്ടമുണ്ടായിരുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സമയത്ത് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നിരുന്നവരൊക്കെ തിരിച്ചു വരും. അപ്പം മൊത്തത്തിൽ സമയം നല്ലതാണ്. തീർച്ചയായിട്ടും ഇതിൽ ചെറിയ ചെറിയ കുറവുകൾ വരുന്നതിനെ കറക്റ്റ് ചെയ്യുന്നത് ബുദ്ധി കൊണ്ടും നിങ്ങളുടെ ദൈവാധീനം കൊണ്ടായിരിക്കണം. അതിന് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയം നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റിയ സമയമാണ്. ഈശ്വര അനുഗ്രഹത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങളോ കൺസൾട്ടിങ്ങിനോ അതിനകത്ത് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ തീർച്ചയായിട്ടും സമയം പോലെ നിങ്ങൾക്ക് അതിനകത്ത് മറുപടികൾ തന്നോളും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ലൈക്കും എന്നും ഉണ്ടാവണം. നമ്മുടെ ഈ പുതിയ പുതിയ വീഡിയോകൾക്ക് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം. ആ പ്രപഞ്ചശക്തിയുടെ പേരിൽ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.